ഇത് സുപ്രീം കോടതി വിധിയാണ്. സർക്കാരോ കേരളത്തിലെ ഏതെങ്കിലും പാർട്ടികളോ അതിലൊരു അഭിപ്രായം പറയാൻ കഴിയുന്ന വിധത്തിലല്ല ഇതുവരെ ഉണ്ടായിരുന്നത്. സുപ്രീം കോടതി കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് ഒരു വിധി പ്രസ്താവം നടത്തുകയാണ് മുൻപുണ്ടായത്. പക്ഷേ അതിൽ അകാരണമായി അടിസ്ഥാനരഹിതമായി പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത് കേരളത്തിലെ ഇടതുപക്ഷ ഭരണ സംവിധാനത്തിനെ. മനസ്സിലായില്ലേ? ഇത് വളരെ അതിസങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണത്. അപ്പോൾ അത് വളരെ അവധാനതയോടുകൂടി തന്നെ പഠിച്ച് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതുവരെ സർക്കാരിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടൊന്നുമല്ല സുപ്രീം കോടതി അതിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ തീരുമാനം ആണ്. അതിന് ആരാണ് കോടതിയെ സമീപിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ആരാണ് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതിന് ആരാണ് കോടതിയെ സമീപിച്ചത് എന്ന് പരിശോധിച്ച് നോക്കൂ. ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകയാണോ? അപ്പോൾ അത് കലാപം നടക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കൊണ്ടുപോകണം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചത്. കോടതി അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജ്മെൻറ്റ് നടത്തി. ആ ജഡ്ജ്മെൻറ്റ് പരമോന്നത നീതിന്യായ കോടതിയുടെ ജഡ്ജ്മെൻ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന് അവിടെ വേറെ ഒരു ഓപ്ഷനില്ല. അങ്ങനെയല്ലേ സുഹൃത്തെ? വനിതകളുടെ ഇടയിൽ ദീർഘകാലം പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, വളരെയധികം നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മുടെ സ്ത്രീ ജീവിതം കടന്നു പോകുന്നത്. അതൊക്കെ പരിഹരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ധാരാളം പ്രശ്നങ്ങൾ ദൈനംദിന നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ജീവിച്ചു മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ത്രീകൾ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായിട്ട് അനുഭവപ്പെടുന്ന വിഭാഗം എന്ന നിലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന നാനാമുഖമായ അസമത്വങ്ങളും വിവേചനങ്ങളുമെല്ലാം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ല, മനസ്സിലായില്ല പറഞ്ഞത്? അല്ല, സർക്കാർ വളരെ ഉത്തരവാദിത്തപൂർവ്വം വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ. കാരണം ഇന്നത്തെ പൊതു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ വളരെ സെൻസിറ്റീവായ നിലയിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പിന്നിൽ വലിയ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ താല്പര്യങ്ങളുടെ പുറകെ പോകുന്ന പലരും വളരെ നിഷ്കളങ്കരായിട്ടാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു മാത്രമേ സർക്കാരിന് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സാധിക്കൂ. അത് കൂട്ടായി ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു അഭിപ്രായമാണ്. ഒറ്റയ്ക്ക് വനിതാ മന്ത്രി ആയതുകൊണ്ട് ഇതിൽ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ഈ അസമത്വമല്ല, ഒരുപാട് അസമത്വങ്ങളുണ്ടല്ലോ വിനീതേ. ഞാൻ പറഞ്ഞത് ജീവിതവുമായി ബന്ധപ്പെട്ട പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, വളരെ നീറുന്ന പ്രയാസപ്പെടുത്തുന്ന പ്രതിസന്ധികൾ, അതിന് നടുക്കിലാണ് കേരളത്തിലെയും പൊതുവിൽ ഇന്ത്യൻ സ്ത്രീ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ് പറഞ്ഞത്. സർക്കാർ എന്ത് പറയുന്നത് ഞാൻ ഏകപക്ഷീയമായിട്ട് പറഞ്ഞാൽ പറ്റുമോ? അത് കൂട്ടുത്തരവാദിത്വത്തോടെ പറയേണ്ട കാര്യമാണ്. കൂട്ടായി ആലോചിച്ച് അവധാനതയോടെ ആലോചിച്ച് ബന്ധപ്പെട്ട എല്ലാവരോടും അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയിട്ട് തന്നെ ഈ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. അല്ല, സമൂഹത്തിൽ
പ്രയാസം ഉണ്ടാക്കുന്ന, പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്ന, പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന, വൈരാഗ്യങ്ങൾ ഉണ്ടാക്കുന്ന, സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും നമുക്ക് സമചിത്തതയോടെ മാത്രമേ അതിൽ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. എന്താണ് രണ്ട് ഭാഗം ആലോചിച്ച്, നിങ്ങൾക്ക് ഇത് വളരെ തമാശയാണ്, രസത്തിന് കൊണ്ടു നടക്കുന്ന കാര്യമാണ്. ഭരണത്തിലിരിക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ആയിക്കൂടാ, പറ്റില്ല വിനീതേ. കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ്.